അടൂർ പ്രകാശ് UDF കൺവീനറായത് എന്തുകൊണ്ടും എലക്ഷൻ ജയിക്കാൻ UDFന് ഒരു വലിയ കാരണമാകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തുറന്നടിക്കുന്നത്. അദ്ദേഹം ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. എത്ര പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ നേർരേഖയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആറ്റിങ്ങൽ മണ്ഡലം കൈവിടാതെ അടൂർ പ്രകാശ് നിലനിർത്തിയത്. കേവലം 650 വോട്ടുകൾക്ക് മാത്രമാണ് നിലനിർത്തിയതെങ്കിൽ പോലും അത്ര വാശിയേറിയ പോരാട്ടത്തിൽ പോലും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ വി ജോയ്ക്കോ വി മുരളീധരനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ ജനങ്ങളോടൊപ്പം കൈകോർക്കുന്നു എന്നത് മറ്റേത് പ്രവർത്തകരെക്കാളും മറ്റേത് നേതാക്കളെക്കാളും വ്യത്യസ്ത നിലപാടാണ്. 1996 കോന്നി പോലൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലത്തിൽ അവിടെ 1000-ന് താഴെ വോട്ടിൻ്റെ മാർജിനിൽ ജയിച്ച അടൂർ പ്രകാശ് ഓരോ തവണയും ഭൂരിപക്ഷം കുത്തനെ ഉയർത്തുകയാണ് ചെയ്തത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോന്നിയിൽ അവസാനമായി മത്സരിക്കുമ്പോൾ 20,700-ൽ പരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടാണ് ആറ്റിങ്ങലിൽ പോയി നിന്ന് അവിടെ സമ്പത്തിനെ തുരത്തിയത്. CPIMൻ്റെ കോട്ടകൾ ഓരോന്നായി പിടിച്ചെടുക്കുക എന്നതാണ് അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള സ്വാധീനം എന്നത്. മൊത്തത്തിൽ 7 തെരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹം തുടർച്ചയായി വിജയിച്ചത്. അതിൽ 5 തവണ കോന്നിയിലും 2 തവണയായി ആറ്റിങ്ങലും. അതാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി. 23 കൊല്ലം കോന്നിയെ പ്രദാനം ചെയ്തു. ഇപ്പോൾ മണ്ഡലം കയ്യിലിരിക്കുന്നത് CPIMൻ്റെ സ്ഥാനാർത്ഥി ജനീഷ് കുമാറിൻ്റെ കയ്യിലാണ്. അത് അടൂർ പ്രകാശ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കോലാഹലമുണ്ടായപ്പോൾ അദ്ദേഹം പ്രചരണത്തിന് പോലും കാര്യമായി പങ്കെടുത്തില്ല എന്നുള്ളതാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായത്. ഇപ്പോഴിതാ അടൂർ പ്രകാശ് കൃത്യമായി പറയുന്നു കേരളത്തിൽ UDFന് 100-ൽ കൂടുതൽ സീറ്റുകളുമായി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജി ഒരു മിന്നൽ പണി തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം UDFൻ്റെ കൺവീനർ ആകുമ്പോൾ CPIMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ട്. കാരണം എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മേൽക്കൊയ്മ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലയിലെയും ഓരോ മണ്ഡലങ്ങളുടെയും പ്രധാനപ്പെട്ട രീതികൾ പഠിച്ചെടുത്താൽ കോൺഗ്രസ്സിന് ഏത് രീതിയിലും അവിടെ ഇക്വേഷൻ പയറ്റാവുന്നതേ ഉള്ളൂ. 111ഓളം സീറ്റുകളിൽ UDFന് ജയിക്കാമെങ്കിൽ 84ഓളം സീറ്റുകളിൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ മുന്നിൽ വരാമെങ്കിൽ അത് എന്തുകൊണ്ട് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിക്കൂടാ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും വോട്ട് ചോർച്ച ഉണ്ടാകുന്ന നിയോജക മണ്ഡലങ്ങളെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് തന്നെ നിയമസഭയിൽ യുദ്ധസമാനമായ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത്. പുതിയ ടീമിനോടൊപ്പം കൃത്യമായി ഒരു കോംപ്രമൈസിനും താല്പര്യമില്ലാതെ കെ സുധാകരൻ തുടരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിനെ AICCയിൽ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അംഗമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സ്ഥിരം ക്ഷണിതാവാണ്. അത്തരത്തിൽ ഒരു കോമ്പൻസേഷൻ സാധാരണഗതിയിൽ മുല്ലപ്പള്ളിക്കോ സുധീരനോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകാര്യത.